എവരിവൺ, ഇവിടെ ഒരു കനത്ത ഇലക്ഷൻ പോരാട്ടമാണ് നടക്കുന്നത്. ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് കാണാം എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന്. പോളിംഗ് ബൂത്തിന്റെ ഒരുക്കങ്ങൾ എവിടം വരെ? ഹൈസ കേൾക്കുന്നുണ്ടോ? ഹൈസ, ഹമദാന സ്കൂളിലെ കടുത്ത പോരാട്ടം ആരംഭിക്കുകയാണ്. പോളിംഗ് ബൂത്തിൽ എന്തെല്ലാമാണ് നടക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം. ഇദ്ദേഹമാണ് പ്രിസൈഡിംഗ് ഓഫീസർ, ഇവിടുത്തെ നേതൃത്വം നൽകുന്ന ആളാണ്. ഇതാണ് ഒന്നാമത്തെ പോളിംഗ് ഓഫീസർ. ഇവിടെയാണ് കുട്ടികളുടെ ID പരിശോധിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ പോളിംഗ് ഓഫീസർ. ഇത് പട്ടികയാണ്, ഇവിടെയാണ് കുട്ടികൾ ഒപ്പിടുക. ഇവിടെയാണ് ബാലറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. പോളിംഗ് തുടങ്ങിയോ? നിങ്ങൾ എത്ര നേരമായി ഇവിടെ വന്ന് നിൽക്കുന്നത്? കുറെ നേരമായി. നല്ല നേരം. നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് എത്ര പേരാണ് ലീഡർ നിൽക്കുന്നത്? 2. അതായിരിക്കും അറിയോ? എത്ര നേരം? കൊറേ നേരം വന്നിട്ട് നല്ല ക്യൂ ഉണ്ട്. നല്ല ക്യൂ ഉണ്ടല്ലേ? താങ്കളുടെ ചിഹ്നം എന്താണ്? ബോൾ. നിങ്ങൾക്ക് ജയിക്കും എന്താ ഉറപ്പ്? ഉറപ്പൊന്നുമില്ല, ചിലപ്പോ. നിങ്ങളുടെ ക്ലാസ്സിൽ ഫുൾ പ്രസന്റ് ആണ് ഇന്ന്? അല്ല. ശക്തമായ പനിയെ പോലും വകവെക്കാതെയാണ് 6ാം ക്ലാസ്സിലെ സ്ഥാനാർത്ഥിയായ ഷാവേസ് എത്തിയിട്ടുള്ളത്. അദ്ദേഹം നീണ്ട ക്യൂവിലിരുന്ന് വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങൾ കാണാം. 10:00 തുടങ്ങിയ പോളിംഗ് ആണ്. ഇപ്പം കനത്ത പോളിംഗ് ആണ്. നിങ്ങൾക്ക് എന്ത് പറ്റി? പനിയാണ്. ഒട്ടല്ല, അപ്പൊ നിർബന്ധമായിട്ട് വരണമല്ലോ. വയ്യാണ്ടായപ്പോ വോട്ടിന്റെ നിങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണല്ലേ? അതെ, അതുകൊണ്ടാണ് ഇന്ന് അത്ര നിർബന്ധമായിട്ട് വന്നത്. തിരക്കുകൾ കുറഞ്ഞിട്ടുണ്ടോ അശ്വിൻ? എത്രത്തോളം തിരക്കുണ്ട്? ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കനത്ത പോളിംഗ് ആണ്. ഇപ്പോൾ 10:00 തുടങ്ങിയ പോളിംഗ് ഇപ്പോഴും തുടരുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഇനിയും വോട്ട് രേഖപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടോ? 3ലും 4ലും പോളിംഗ് കഴിഞ്ഞോ? അൻഹ, 3Bയിലെ ഇലക്ഷൻ റിപ്പോർട്ടുകൾ നമുക്കറിയാം. സ്ഥാനാർത്ഥിയല്ലേ? നിങ്ങൾ ലീഡർ ആയി കഴിഞ്ഞാൽ ഈ ക്ലാസ്സിന് വേണ്ടി എന്തൊക്കെ ചെയ്യും? ഞാൻ ക്ലാസ്സും പരിസരവും വൃത്തിയായി സൂക്ഷിക്കും. എൻ്റെ സ്കൂളും. ഏത് സ്ഥാനാർത്ഥിയല്ലേ? ആദർശിന്റെ വിശേഷങ്ങൾ എന്തൊക്കെ? നല്ല വിശേഷം. നീ ലീഡർ ആയി കഴിഞ്ഞാൽ ഈ സ്കൂളിനും ക്ലാസ്സിനും വേണ്ടി എന്തൊക്കെ ചെയ്യും? ഞാൻ ക്ലാസ് നല്ലോണം അച്ചടക്കത്തോടെ നോക്കും. ക്ലാസ്സൊക്കെ വൃത്തിയാക്കി ഇടും. കുട്ടികളെ നല്ലോണം നോക്കും. 1 ഹാൻഡ് ഡിസ്റ്റൻസിലൊക്കെ നിർത്തും. ദേശീയഗാനത്തിന് മര്യാദയ്ക്ക് നിർത്തും. മുറ്റം ക്ലീനാക്കിയിടും. നിങ്ങൾ വോട്ടിങ് കഴിഞ്ഞോ? ഇല്ല, ഇപ്പോൾ 7ാം ക്ലാസ്സുകാർക്കാണ് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ അവിടെ നിന്ന് വിളിക്കും തോന്നുന്നു. നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഇഷ്ടമാണോ? ആണ്, ഞങ്ങൾ സ്ഥാനാർത്ഥിനെ തിരഞ്ഞെടുക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. 3Aയിൽ 2 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. നമുക്ക് 2 സ്ഥാനാർത്ഥികളെയും പരിചയപ്പെടാം. നിങ്ങൾ സ്ഥാനാർത്ഥിയല്ലേ? അതെ. നിങ്ങൾക്ക് സുഖമാണോ? ആണ്. നിങ്ങൾ ലീഡറായി കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൽ എന്തൊക്കെ ചെയ്യും? PT പീരീഡ് കൊടുക്കും. എൻ്റെ എല്ലാവർക്കും ഞാൻ എല്ലാവരും സംസാരിക്കുന്ന പേരൊക്കെ. ആരൊക്കെ വോട്ട് ചെയ്യും എന്നാണ് നിന്റെ ഉറപ്പ്? എല്ലാവരും എന്നെ വോട്ട് ചെയ്യും. നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? സിനാൻ. എന്താണ് സിനാനെ സപ്പോർട്ട് ചെയ്യാൻ കാരണം? നല്ല ചങ്കളി. നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണല്ലേ? എന്താണ് 4ാം ക്ലാസ്സിലെ അവസ്ഥ? എല്ലാവരും വോട്ട് രേഖപ്പെടുത്തിയോ? ഇഷാൻ ചേരുന്നു. നിങ്ങൾ വോട്ട് ഇല്ല? നിങ്ങൾ വോട്ട് ചെയ്യാൻ അവിടെ ആൾക്കാരൊന്നും വോട്ട് ചെയ്യാനായിട്ടില്ല. ക്ലാസ്സിൽ നിന്ന് എല്ലാവരും വോട്ട് ചെയ്യുന്നുണ്ടോ? 2 വിദ്യാർത്ഥികൾ ആബ്സെന്റ് ആണ്. പനിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം എന്താണ്? അവൻ എല്ലാ
പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് വരാറുണ്ട്. ഞങ്ങൾ അൻഹാന്റെ സ്വഭാവം നല്ലതാ. അവൻ ഞങ്ങൾക്ക് മിഠായിയൊക്കെ വാങ്ങിച്ചു തരും. ഇടയിൽ ഒരു പരാതിയും കേൾക്കുന്നുണ്ടല്ലോ. എന്താണ് പരാതി? 1-ാം ബൂത്തിൽ നിന്ന് സഫാൻ റിപ്പോർട്ട് ചെയ്യുമായി ബന്ധപ്പെട്ട് എന്ത് പരാതിയാണ് പറയാനുള്ളത്? പിള്ളേര് ജനലിലൂടെ നോക്കുന്നുണ്ട് എന്താണ് വോട്ട് ചെയ്യുന്നതെന്ന്. അത് ടീച്ചറോട് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ കുട്ടികൾ പറഞ്ഞല്ലോ, ജനലിനുള്ളിൽ കൂടെ അവര് വോട്ട് ചെയ്യണത് നോക്കണുണ്ടെന്ന്. അതിന് ടീച്ചറിനോട് അവര് വന്ന് പരാതിപ്പെട്ടല്ലോ. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പോ ഈ ഗ്ലാസ്സിലൂടെ അകത്തെ ദൃശ്യങ്ങൾ കാണാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ കുട്ടികൾ അത് റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ കാർഡ്ബോർഡ് വെച്ചിട്ട് ഫുള്ളായിട്ട് നമ്മൾ മറച്ചിട്ടുണ്ട് കേട്ടോ. സമാധാനമായിട്ടാണ് പോളിംഗ് നടക്കുന്നത്. കുഴപ്പമില്ല, എന്താണ് സംസാരിക്കൊന്നുമില്ല. ടീച്ചർമാരുള്ളവരൊന്നും കുഴപ്പമില്ല. വളരെ ഭംഗിയായിട്ടാണല്ലോ ടീച്ചർ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. HM എന്നുള്ള നിലയ്ക്ക് ടീച്ചർക്ക് എന്താ അഭിപ്രായം? HUPSലെ കുട്ടികളെല്ലാവരും തന്നെ പാർലമെന്റിലെ എല്ലാ വിവരങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ വളരണമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ ഇങ്ങനൊരു ഇലക്ഷൻ സംഘടിപ്പിച്ചത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാ ഘട്ടങ്ങളും ഇലക്ഷന്റെ എല്ലാ ഘട്ടങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ കുട്ടികൾ ഇലക്ഷന് പങ്കെടുക്കണമെന്ന് ഞങ്ങൾക്ക് നിർദ്ദേശമുണ്ട്. അങ്ങനെ ഒരു നിർബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര വിപുലമായി ഒരു ഇലക്ഷൻ സംഘടിപ്പിച്ചത്. ഇലക്ഷൻ നടത്തുന്നത് നല്ല ഭരണാധികാരികളെ കണ്ടെത്താനാണ്. അതുപോലെ തന്നെ സ്കൂളിലെ പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നല്ല കുട്ടികൾ ഭരണത്തിലേക്ക് വരണം. അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ ഈ ഒരു ജയവും തോൽവിയും എല്ലാവരും നിർബന്ധമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ജയിച്ചാലും തോറ്റാലും കുട്ടികളെല്ലാവരും തന്നെ നമ്മുടെ സ്കൂളിലെ പ്രവർത്തനങ്ങളിലൊക്കെ ഉഷാറായിട്ട് മുന്നോട്ട് വന്നിട്ട് പ്രവർത്തനങ്ങളിലൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോവുക. ജയിക്കുക, തോൽക്കുക, ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പൊ ജയത്തിൽ സന്തോഷിക്കാം, ഇത് സന്തോഷവും പാടില്ല, തോൽവിയിൽ അതിദുഃഖവും പാടില്ല. എല്ലാവർക്കും വിജയാശംസകൾ. പോളിംഗ് അവസാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് വിജയികൾക്കായി കാത്തിരിക്കാം.